അതിർത്തി ഗ്രാമങ്ങളിൽ പ്രത്യേക ജാഗ്രതയാണ്. ബങ്കറുകൾ തയ്യാറാക്കി വയ്ക്കാൻ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ പാക് അതിർത്തിയായ ഉറിയിലെ ഗ്രാമങ്ങൾ കനത്ത സുരക്ഷയിലാണ്. ഉറിയിൽ നമ്മുടെ ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും അവർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്ക് ആ റിപ്പോർട്ട് കണ്ടിട്ട് വളരെ വേഗം തിരിച്ചു വരാം. ടെൻഷൻ അടിക്കേണ്ട, ജാഗ്രത മതി. നോക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഒരു സംഘർഷാവസ്ഥ, യുദ്ധസമാനമായ സാഹചര്യമാണുള്ളത്. പലയിടത്തും ബങ്കറുകൾ വൃത്തിയാക്കാനും പുതിയ ബങ്കറുകൾ നിർമ്മിക്കാനുമൊക്കെ നിർദ്ദേശവും നടപടിയും തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് ഉറി ഭാഗത്താണ്, ഉറി മേഖലയിലാണ്. ഇവിടെയുള്ള ഒരു ബങ്കർ നമ്മൾ കാണുകയാണ്. यहाँ से LOC वो सामने जंगल है ना, जो आप देखते हो, ये पाकिस्तान का यहाँ कितना दूर है, 10 मिनट का रास्ता है, 12 मिनट का रास्ता इतना है। वो सामने ये दो, ये इंडिया के हैं, ये गांव भी इंडिया का है, वो जो पार है जंगल वो पाकिस्तान का है। डरना तो है ही, जान तो हर एक इंसान को प्यारी है ना। ഇങ്ങനെയാണ് ഈ ബങ്കർ ഇത് താഴെ ഭാഗത്തേക്ക് നടന്നു കയറുക എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരികയാണ്. ബങ്കറിലേക്ക് താഴേക്ക് ഇറങ്ങുന്നു. ഇത് ഉറി മേഖലയിലുള്ള ഒരു ബങ്കറാണ്. ഓരോ വീടിന് താഴെയും പലരും ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നു. ഒരു വാതിൽ കൂടിയുണ്ട്. ആ വാതിൽ കഴിയുമ്പോൾ അകത്തേക്ക് കടക്കാനുള്ള സൗകര്യം എന്നുള്ളതാണ്. ഒരു ലൈറ്റ് ഉണ്ട്. ഇത് കോൺക്രീറ്റ് ചെയ്തൊരു കെട്ടിടമാണ്. അങ്ങനെ ഒരു ബങ്കർ സംവിധാനം, ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഷെല്ലാക്രമണമോ മറ്റോ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ആളുകൾ നിർമ്മിച്ച ബങ്കറുകളാണ്. ഇത് സ്വകാര്യ ബങ്കറാണ്. 3-4 വർഷം മുൻപ് പാകിസ്ഥാനിൽ നിന്നൊരു ഷെല്ലേറ്റ് ഇദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ ഈ ബങ്കർ നിർമ്മിച്ച ആളുടെ വീട് തകർന്നിരുന്നു ഭാഗികമായി. അതിന് പിന്നാലെയാണ് പേടിച്ചുകൊണ്ട് ഒരു ബങ്കർ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. जब कभी फायरिंग होती है तो हमारा थोड़ा बहुत नुकसान होता है, कभी मकान पे गिरता है। मैं 2 कमरे तोड़ दिए, ऊपर छत तोड़ दी, फिर हमने इसको बनाया अपने पैसे से। ഉറിയിലെ തില്ലാവാടി എന്ന് പറയുന്ന ഗ്രാമമാണ്. ഇവിടെ കമ്മ്യൂണിറ്റി ബങ്കറുകളുണ്ട്. 100ഓളം ആളുകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ബങ്കറുകളുണ്ട്. यहाँ जब से भी चला, यहाँ कोई मरा नहीं है हमारे गाँव में। जख्मी हुए 2 आदमी को गोली लगी थी, 2 आदमी को टांग में। इतने दूर यहाँ से LOC का LOC यहाँ आधा किलोमीटर भी नहीं है, कम है। हाँ। ये आवाज़ सुनेगा ये गोली मारने? हाँ, आवाज़ आती है, बहुत आवाज़ आती है। बच्चे डर जाते हैं जब फायर होता है। अपनी जान बचानी फर्ज है। ഇവിടെ നിന്ന് LOCയിലേക്ക് ഒരു 1/2 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫെൻസിങ് ഉണ്ട്. ഇന്ത്യൻ ആർമിയുടെയും പാകിസ്ഥാൻ ആർമിയുടെയും പോസ്റ്റുകൾ ഈ വീടിൻ്റെ പുറത്ത് നിന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ബനാനക്കിലേക്ക് ഇത്ര പൈസ 1.5 लाख रुपया लग गया, 1.5 लाख अपनी जेब से लगाया। ഏതായാലും സുരക്ഷിതമാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഷെല്ലിങ്ങോ ഫയറിങ്ങോ ഒക്കെ ഉണ്ടായാൽ ഇവിടെ ഇങ്ങനെ നിൽക്കാം എന്നുള്ളതാണ്. ഇവിടെ ഒരു ലൈറ്റും വൈദ്യുതി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമെങ്കിൽ ഇവിടെ പാചകം ചെയ്യുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന രൂപത്തിലാണ് ഇതിൻ്റെ സംവിധാനം എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഏതായാലും ഇത് തില്ലാവാടി എന്ന് പറയുന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. ഇത് ഒരു വാതിൽ. ഈ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ചെറിയ വാതിൽ, ഒരു കോഴിക്കൂടോ കിളിക്കൂടോ ഒക്കെ പോലെ ഒരു ചെറിയ വാതിലാണ്. ഈ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ഇതാണ് ഒരു ബങ്കറിനുള്ളിലെ കാഴ്ച. ഉറിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, ശ്രീനഗർ.